ഗൈസ്, ഇന്ന് ഞാനുള്ളത് അജിത്തിന്റെ ഫ്ലാറ്റിലാണ്. അവരവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് പോയി നോക്കാം അവരവിടെ എന്ത് പണി ഒപ്പിക്കുന്നത് നോക്കേ. ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് അവന് കോളിംഗ് ബെൽ അടിച്ചു നോക്കാം, അവൻ എന്താ ചെയ്യുന്നതെന്ന്. എനിക്ക് കറക്റ്റ് അറിയില്ല, എന്താ ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ലെറ്റ്സ് ഗോ. ഗൈസ്, നമുക്ക് കോളിംഗ് ബെൽ അടിച്ചു നോക്കാം. ഗസ്റ്റ് ആണ് ഞാൻ. ഗസ്റ്റ് ആണോ? ശരി, കേറി വാ. ഹലോ ഗായ്സ്, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് നമ്മളെ ഫ്ലാറ്റിലേക്ക്. നമ്മൾ വിളിക്കാത്ത ഒരു അതിഥി നമ്മുടെ ഫ്ലാറ്റിലേക്ക് കേറി വന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരെ തട്ടി. എന്താ പരിപാടി? നിനക്കെന്താ പരിപാടി? നീ ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഞാനൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ ഹെൽപ്പിന് വേണ്ടിയാണ് ഇവിടെ വിളിച്ചത്. ഞാനപ്പൊ നിന്റെ ഹെൽപ്പർ ആണോ? അതെ, ഹെൽപ്പറാണ്. എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് കുറച്ച് പണിയുണ്ട് ആക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ കണ്ടാണ് കുറച്ച് സാധനങ്ങൾ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിക്കാം. വാ, ഞാൻ നിന്നെ ഗൈസ്, ഞാൻ ഇവിടെ കുറെ സാധനങ്ങൾ കട്ട് ചെയ്ത് മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ ബീൻസ്, ക്യാരറ്റ്, ഓണിയൻ എല്ലാം കട്ട് ചെയ്തു. ഇവിടെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തു. ഇനി ഈ സാധനങ്ങൾ ആക്കിയാൽ മാത്രം മതി. നീ എന്നെ വിളിച്ചത്? റൈസ് ആക്കി വെച്ചിട്ടുണ്ടോ? റൈസ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് റൈസ് ആക്കിയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ഒരു ഫ്രൈഡ് റൈസ് ആണ് ഗൈസ്. എന്താന്നറിയോ, നമ്മൾ നോർമലി ഫ്രൈഡ് റൈസിൽ ബസ്മതി റൈസ് അല്ലേ ഇടുക. എനിക്ക് ബസ്മതി റൈസ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ പുറത്ത് പോയി വാങ്ങാൻ നല്ല മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഗീ റൈസ് ആക്കുന്ന ഒരു ജീര റൈസോ കൈമ റൈസ്, ആ റൈസ് എടുത്ത് ഞാൻ അത് ചോറാക്കി. ചിക്കൻ ഒക്കെ മിക്സ് ചെയ്ത് നമ്മളൊരു ഗീ റൈസ് പ്ലസ് ഒരു ഫ്രൈഡ് റൈസ് കോംബോ ആക്കാൻ പോകുന്നു ഗൈസ്. ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ആയിട്ട് ഞങ്ങളാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്നാൽ സോസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. യെസ്, ചില്ലി സോസ് ഉണ്ട്, സോയ സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് നമുക്ക് ആക്കാം. നിനക്ക് ആക്കാൻ അറിയില്ലേ? എനിക്ക് യൂട്യൂബ് നോക്കാം. അപ്പൊ നിനക്കും അറിയില്ല. പിന്നെ ചിക്കൻ ഞാൻ എയർ ഫ്രയറിലാക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ ഉണ്ടാക്കിയിട്ടില്ലേ ചിക്കൻ? പിന്നെ എനിക്ക് ആയിട്ടില്ല, അത് ആക്കാൻ വേണ്ടി വെച്ചേക്കുക. അപ്പൊ ചിക്കൻ എന്തായാലും നമുക്ക് ആക്കാൻ വേണ്ടിട്ട് ഒരു വലിയൊരു കോഴ്സ് ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് ഈ ചിക്കനിലെ മസാല പരട്ടിട്ട് ഇതിന്റെ അകത്ത് ആദ്യം ചിക്കൻ ആക്കാം. നീ എന്താ ചെയ്യുന്ന വെച്ചാ, ഈ ചിക്കൻ എയർ ഫ്രയറിൽ നമുക്കൊന്നും ചെയ്യാനില്ല. എയർ ഫ്രയർ ഇതില് നമ്മൾ 185 വെച്ചിട്ട് ചിക്കൻ, ഞാൻ നോർമലി ഫ്രൈ ആക്കുന്ന 185 വെച്ചിട്ട് 190 വെച്ചിട്ട് 15 മിനിറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഓൺ ആക്കി വിടും. അപ്പൊ ഓൾമോസ്റ്റ് അത് ഫ്രൈ ആയി വരും. ഓക്കെ, അപ്പൊ ചിക്കൻ നമുക്ക് ആക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പിടിക്കാം. ഇനി നമ്മൾ ഇനി ഈ ചിക്കൻ ഈ വെജിറ്റബിൾസ് ഇല്ലേ, ഈ വെജിറ്റബിൾസും ഇതെല്ലാം വെച്ച് നമ്മൾ ആ സാധനം ഇല്ലേ എന്താക്കാ, ഫ്രൈസ് ആക്കാൻ വേണ്ടി. ഫ്രൈസ് അല്ലല്ലോ നമ്മൾ ആക്കുന്നത്, റൈസ് ആക്കാൻ മസാല അല്ല. ആദ്യം ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ സോർട്ട് ചെയ്യണം. ആ സാധനമാണ് എനിക്ക് വരാത്തത്. വെജിറ്റബിൾ സോർട്ട് ചെയ്യുന്നത് നീ എനിക്ക് ആക്കി തരണം, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ആക്കും. ഇടണ്ടാ? ഓക്കെ. ചിക്കൻ ഓക്കെ. എന്നാ ഒരു 15 മിനിറ്റ് നമ്മൾ ആവും ചിക്കൻ ആവാൻ വേണ്ടിട്ട്. 15 മിനിറ്റ് ഓക്കെ, ഒരു 15 മിനിറ്റ്സ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാൻ ഇപ്പൊ ഒന്നും ഇല്ല. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 12 മണിയായിട്ട് എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്നും. അപ്പൊ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസ് എങ്ങനെ എന്താവും നമുക്ക് നോക്കാം ഗൈസ്, അല്ലേ? ഈ റൈസിന് ഞാൻ ഒരു വിസില് ഇട്ടിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഇതായി. നോർമലി നമ്മള് റൈസ് ആക്കുന്നത് ഒരു 3-4 വിസില്. മറ്റേ വലിയ ഏതാ നീ മട്ട റൈസോ, മട്ട റൈസ്, സുരേഖ ഇതൊക്കെ ആക്കാൻ വേണ്ടി, കുറുവൊക്കെ ആക്കാൻ വേണ്ടി 8-9 വിസിലൊക്കെ കൊടുക്കണ്ടേ. ഞാനിത് ഒരു വിസിൽ അടിച്ചിട്ടുള്ളൂ. സാധനം റൈസ് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഗൈസ്, കണ്ടോ? അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗീ റൈസും കൂടെ ആക്കാൻ വേണ്ടി, ഇന്നല്ല ഇനി അടുത്ത വ്ളോഗിൽ ആക്കാൻ നമ്മൾ
ശരിയാ, ഫ്രൈഡ് റൈസ് ആയില്ലേ? ആ. ഗീ റൈസ് ആക്കുന്നത് ഇതില് ഗീ നമ്മള് ഇട്ടപ്പോലെ ഇതില് ഗീ ഇട്ടപ്പോലെ ഗീ റൈസ് ആവില്ലേ? അല്ല, ഇത് ഉണ്ടാക്കുമ്പോ തന്നെ കുറച്ച് ഗീ എന്തോ മിക്സ് ചെയ്തിട്ടാണ് അതിന്റെ അകത്തേക്കാണ് റൈസ്. നമ്മളിത് വെള്ളത്തിലേക്കല്ല ഇട്ടത്, അത് കുറച്ച് ഓയിൽ മറ്റേ ഗീ ഇട്ടിട്ട് അതിനകത്തേക്ക് മറ്റേ പട്ട ഗ്രാമ്പൂ ആ ഐറ്റംസ് ഒക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഇത് വിടും. അങ്ങനെയാണെന്ന് തോന്നുന്നു ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അതെനിക്കറിയില്ല, അതെന്തായാലും നമ്മള് അടുത്ത ആദ്യം ഗീ റൈസ് ആക്കിയാൽ നിനക്ക് മറ്റേത് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളെ ചിക്കൻ ആവട്ടെ ഗൈസ്. കുക്ക് ആവുന്നുണ്ട്. അതെ, ഞാനൊരു കുക്കർ ആവുന്നുണ്ട് ഗൈസ്. കുക്കർ ആവുന്നുണ്ട്. നല്ലതാ, എല്ലാം പഠിച്ചു വെക്ക്. എന്തെങ്കിലും കഴിക്കണ്ടേ നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞാല്? അതെ അതെ, എന്തെങ്കിലും കഴിക്കണം. ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുമോ? അല്ല, നമുക്ക് കുക്ക് ചെയ്യാം. കുക്കിംഗ് നമുക്ക് രണ്ടുപേർക്കും പഠിക്കാം. എനിക്ക് ഓട്സ് അറിയാം, ചായ, എനിക്ക് എല്ലാം അറിയാം ഗൈസ്. നിനക്ക് എല്ലാം അറിയാം. എനിക്കെല്ലാം അറിയാം. എനിക്ക് മീനും ചിക്കനും ഒക്കെ എനിക്ക് എല്ലാം അറിയാം. അതെ, മീനൊക്കെ ഇവള് സൂപ്പർ ആയിട്ടാക്കും അല്ലേ? ഫിഷ് ഫ്രൈ ഐറ്റംസ്. ഞാൻ അന്ന് നീ ആക്കി കൊണ്ടുവന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രൈ ഐറ്റംസ് ഇവള് നല്ലോണം ആക്കും. പിന്നെ മീൻ കറി നല്ലായിരുന്നു അന്നാക്കിയത്. പിന്നെ ഞാൻ ആക്കുന്ന ചിക്കൻ കറി അടിപൊളിയാണ് ഗായ്സ്. അത് ഞാൻ എപ്പോഴേലും ഒന്ന് ആക്കുന്നത് അത് എങ്ങനെയും നന്നായി പോകുന്നതാണ്. ചിലപ്പോൾ പച്ചക്കറി, അതെ, നമുക്ക് പച്ചക്കറി കൂടുതലാക്കാൻ അറിയില്ല ഗൈസ്. അപ്പൊ അതൊക്കെ പതിയെ പതിയെ പഠിക്കണം. പഠിച്ച് നമ്മള് വലിയൊരു ഷെഫ് ആവും ഗൈസ്. ഞങ്ങൾ ഫ്യൂച്ചർ 2 നല്ല ഷെഫിനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മളെ ഡയറ്റ് പ്ലാൻ ഒക്കെ നമ്മളിപ്പോ നല്ലൊരു ഡയറ്റ് പ്ലാനിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓയിൽ മാക്സിമം കട്ട് ചെയ്യാൻ നോക്കുക, ഷുഗർ കട്ട് ചെയ്യുക, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ഇല്ലാണ്ടാണ് ഇപ്പൊ ചിക്കൻ ആക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ചേക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിലും ഓയിൽ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ആക്കാൻ പറ്റും? വെജീസ് സോർട്ട് ചെയ്യുമ്പോൾ ഓയിൽ ഭയങ്കര കുറച്ച്, മേ ബി 1 ടീസ്പൂൺ ഒക്കെ ഇട്ട് സോർട്ട് ചെയ്യാനാണ് പ്ലാൻ. ഹെൽത്തി വേർഷൻ ആണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞില്ലേ, നമ്മളെ ഇന്ത്യൻസിന്റെ ഫുഡ് കൾച്ചർ മാറ്റണം. എന്തിനാ മാറ്റുന്നത്? We are having a bad food habit. എന്താന്ന് വെച്ചാൽ നമ്മളെ ഫുഡ് ഹാബിറ്റ് ആണ് നമ്മളെ ഇങ്ങനത്തെ നമ്മളൊരു ഷേപ്പ് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. വയറ് പ്രോട്ടീൻ ഇല്ല. മേ ബി കടലയൊക്കെ എടുക്കുക, കടല പയറൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ രീതിക്ക് പ്രോട്ടീൻ കിട്ടും. അതല്ലാണ്ട് നമ്മളതിൽ പ്രോട്ടീൻ ഇല്ല. അല്ല, നമ്മള് വയറ് ചാടി നമ്മളൊരു ബോഡിയുടെ ഒരു പോസ്ചർ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഫുഡ് ഹാബിറ്റ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ മാക്സിമം പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ ഉള്ള പോലെ ഒരു ഹാബിറ്റ്സ് നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമ്മൾ അതിനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നു. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കിട്ടുന്ന ഷോപ്സ് ഒക്കെ വരണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ആക്കാനുള്ള അവസ്ഥയിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലിരുന്ന് ആക്കുന്നത് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ചിക്കൻ ഇതുപോലെ നമ്മളെ പോലത്തെ എന്തെങ്കിലും നമ്മള് ചെറിയ ഇതുപോലത്തെ ഹെൽത്തി ഡയറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ എന്താ കഴിക്കുന്നത്, അങ്ങനെ ഡയറ്റ് പ്ലാൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് വെച്ച് നമ്മൾ ചെയ്യുന്ന ഡയറ്റ് പ്ലാൻ നമ്മൾ വേണേ പറഞ്ഞുതരാം. ഇത് കൂടുതൽ നമ്മൾ കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെയാ കഴിക്കുന്നതെന്ന്. ഓരോന്നിന്റെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവല്ലോ. ഇപ്പൊ ഒരു സാധനം നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ആണെങ്കിൽ നമുക്കത് മടുക്കും. സപ്പോസ് മടുക്കും, 2 ദിവസം കഴിച്ചാൽ 3 ദിവസം കഴിച്ചാൽ മടുക്കും. അപ്പൊ അതിന് പകരം അടുത്ത ദിവസം നമ്മൾ വേറൊരു സാധനം അത്രയും പ്രോട്ടീൻ ഉള്ള പോലെ കണ്ടുപിടിക്കണം. ഓയിലൊക്കെ കുറച്ച്, ഷുഗർ ഒന്നും ഇല്ലാണ്ട്. അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്യും നമ്മൾ എന്തൊക്കെ കഴിക്കുന്നത് കാണിക്കാം. ഇപ്പൊ നമ്മള് ചിക്കൻ ആവുന്നുണ്ടോ നോക്കാം. നീ എന്താ ചെയ്യുന്നത്? ഞാനോ? ഇത് കണ്ടോ, ചിക്കൻ എടുത്ത് കുലുക്കി വെക്കുന്നു. ഇല്ല, അത് മറിച്ചിടണ്ടേ. അപ്പൊ ചിക്കൻ നോക്കി, ഇതില് മസാല കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ചിക്കന്റെ അകത്തുള്ള വെള്ളം ഇതില് അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതില് എക്സ്ട്രാ ഓയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ കുറച്ചും കൂടെ ആവാനുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് സെറ്റ് ആവും. അപ്പത്തേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മറ്റേ പരിപാടി തുടങ്ങിയാലോ? വേണ്ട, അത് പെട്ടെന്നാവൂടാ. മെയിൻ ഷെഫ് പറഞ്ഞു അത് പെട്ടെന്നാവും. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് എനിക്ക് ഒന്നും തന്നില്ലേ? അല്ലേ, വാട്ടർമെലൻ എടുത്ത് വെച്ചേക്കണം. നൈസ്, നമുക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വാട്ടർമെലൻ എനിക്കാ? എന്നാ അത് എനിക്കൊരു ചെറിയ വാട്ടർമെലൻ പീസ്. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വിശപ്പ് നടക്കാം. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ. എന്താ ആക്കുന്നേ? അതിലാണോ വെച്ച് കട്ട് ചെയ്തത്? എന്താ അത്? ശരി, വാ, എനിക്ക് ഈ ചെറിയ പീസ് മതി. എനിക്ക് ഈ ചെറിയ പീസ് എനിക്കിത് മതി. ഇത് ഞാൻ കഴിക്കാൻ പോകുന്നു ഗൈസ്.
വാട്ടർമെലൺ നല്ല ടേസ്റ്റ്. പല നല്ല തണുപ്പ്. ഞാൻ ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേ ഉള്ളൂ. എങ്ങനെ ഉണ്ട്? വാട്ടർമെലൺ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഈ അടുത്ത ഒരു വർഷത്തേക്ക് വാട്ടർമെലൺ തിന്നുവോ? അങ്ങനല്ല, ഇപ്പൊ ചൂടായി തുടങ്ങുന്നു. ഇനി മഴക്കാലം ആവുന്ന വരെ വീട്ടില് വാട്ടർമെലൺ ഉണ്ടാവും. വാട്ടർമെലൺ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സിനും നമ്മളൊരു ഷേക്ക് ഇത് ജ്യൂസ് അടിക്കാനൊക്കെ നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഒരു ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? മാക്സിമം എല്ലാത്തിലും ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ വാട്ടർമെലൺ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അതിൻ്റെതായിട്ട് തന്നെ ഒരു ഷുഗർ എപ്പോഴും അതിനുണ്ടാവും. അതാ പറഞ്ഞ ഇതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് വിത്തൗട്ട് ഷുഗർ അടിച്ചാൽ നമുക്കിത് ജ്യൂസ് കുടിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല കാര്യം. നിങ്ങൾ വേണേ അടിച്ച് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു സൈഡ് ആയിട്ടുണ്ടേ. അപ്പൊ നമ്മളിത് തിരിച്ചിടുവാണ്. ഇപ്പൊ മറിച്ചിട്ടിട്ട് ഒരു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാണ്. എന്നിട്ട് നമ്മളിത് അത് അങ്ങനെ റൈസിലിട്ടിട്ട് പൊളിച്ച് അടുക്കാം. വലിയൊരു 5 മിനിറ്റും കൂടെ എടുക്കും ചിക്കൻ ആവാൻ. 5 മിനിറ്റോ? ഇതെന്തത്? ടിവിയിൽ എന്തെങ്കിലും വെക്ക്. ടിവിയിലോ? ഇതെന്താ? എന്താന്നറിയോ? This is a plant. ഇത് നവ്യയുടെ പ്ലാന്റ് ആണ്. ചത്തുപോയ ഒരു പ്ലാന്റിനെ ഞാൻ വെള്ളം ഒഴിച്ച് പൊക്കിക്കൊണ്ട് അടുത്ത പ്ലാന്റ് ഒന്ന് എടുക്കോ നീ? അടുത്ത അതിന്റെ തൊട്ടടുത്ത് വെച്ചേക്കുന്നത് ഒന്ന് എടുക്കോ? ഇത് ആതിര കൃഷ്ണൻ ബാലകൃഷ്ണന്റെ പ്ലാന്റ് ആണ്. ഇതും ചത്തുപോയ ഒരു പ്ലാന്റ് ആണ്. അതിനെ കൊന്ന് കുഴി മൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു ചെറിയ പ്ലാന്റ് എടുത്ത് ഇതിൽ വെച്ച് കൊണ്ടുവന്നത് ഇവളാണ്. അത് എന്റെ പ്ലാന്റ്. അതിനേക്കാളും നല്ല ഒരു കുഞ്ഞ് ക്യൂട്ട് പ്ലാന്റ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇവൻ വെള്ളം ഒഴിക്കാണ്ട് ആ പ്ലാന്റിനെ കൊന്ന് കുഴിച്ചു മൂടി. എന്നിട്ട് ഞാൻ വന്ന് നോക്കുമ്പോ ഇവിടെ ചട്ടി മാത്രം ഇരിക്കുന്നു. അത് കണ്ടിട്ട് ഞാനൊരു പ്ലാന്റ് ഇവന്റെ വേറെ ചെടിയിൽ നിന്ന് മുറിച്ച് ഞാൻ അതില് നട്ടു. അതാണ് ഇപ്പൊ അതിലിരിക്കുന്നത്. ഇത് നമ്മള് ഈ സോയോ എന്തത് സോയാ സോസിന്റെ അത് പൊട്ടിച്ചു നോക്കട്ടെ. സോയാ സോസ് ഒഴിക്കണം ഇപ്പല്ല, ലാസ്റ്റ് ആവുമ്പോ. അതിനെന്തിനാ ഇത്ര ദേഷ്യ? കൈ നോക്കണേ, കത്തിയാണേ. നമ്മള് സോയ സോസ് പൊളിച്ച് ഗൈസ്. ഡാർക്ക് സോയ സോസ്. ഇത് നമ്മള് ഫ്രൈഡ് റൈസിന്റെ സ്മെല്ല് വരുന്നത് ഈ സോയ സോസ് എന്നാണ് ഗൈസ്. ഇത് ഡാർക്ക് സോയ സോസ് ആണ്. നമ്മൾ ഇത് സെപ്റ്റോ എന്നാണ് ഓർഡർ ചെയ്തത്. ഇത് ആണോ? ഫീൽ വന്നോ? നമ്മളെ ചിക്കൻ എന്തായി? ഫ്രൈഡ് റൈസിന്റെ ഫീല് മാത്രം വന്നിട്ട് കാര്യമില്ല. ചിക്കൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഓൾമോസ്റ്റ് ആയി. നീ കുറച്ച് വേണമെങ്കിൽ ഒരു മുറിച്ചിട്ട് എടുക്കാം. ആണോ? എല്ലാം പൊളിച്ചോ. പക്ഷെ എനിക്ക് വിശത് തുടങ്ങി ഗായ്സ്. ഫ്രൈഡ് റൈസിന്റെ കൂടെ സോസ് ആണ് നോർമലി കോമ്പിനേഷൻ. അല്ലാണ്ട് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കോമ്പിനേഷൻ വിത്ത് ഫ്രൈഡ് റൈസ് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ് ബിലോ ആൻഡ് വി വിൽ ട്രൈ. നെക്സ്റ്റ് ടൈം നല്ലതാണെങ്കിൽ ഞങ്ങളത് പറയാം അല്ലേ? ട്രൈ ചെയ്തിട്ട് പറയാം. ഫ്രൈഡ് റൈസ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. മറ്റേ ഡയറ്റ് ഓയിൽ ഇല്ലാണ്ടാക്കണം. ജയന്ത് ആൻഡ് ഫാമിലി ആണ്. തച്ചോളി ആൻഡ് ബ്രദേഴ്സ് ആണ്. അതെ, അതെ ട്രൈ ചെയ്ത് നോക്കാന്ന് ഓർത്തു. ജയന്ത് ഇങ്ങനെ കുറെ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അവനെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞൊരു സാധനം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു ഗൈസ്. നമ്മളെ കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഗൈസ്. ഇത് നല്ലൊരു പച്ചപ്പുള്ള ഒരു വ്യൂ വിത്ത് ഇതെന്തായിരുന്നു? വില്ല എന്നിട്ട് ഡിയുടെ ഫ്ലാറ്റ്. പക്ഷെ ഇപ്പൊ നല്ല വെയിലാണ് ഗൈസ്. ഈവനിങ് ആകുമ്പോൾ ഇവിടെ സൺസെറ്റ് ആണ്. നല്ല സൺസെറ്റ് വ്യൂ ആണ്. നല്ലൊരു ഫീൽ ഉണ്ടാവും നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്ന് ചായ കുടിക്കാൻ.
അത് കൊതുക് വരാതിരിക്കാൻ മറ്റേ ഇത് കിച്ചൺ സൈഡ് അതില്ലാണ്ട് മറ്റേ പ്രാവൊക്കെ വരൂലേ, എന്നിട്ട് ഇവിടെ വന്ന് തീറ്റ ഇടും. പ്രാവിന്റെ തീറ്റൊക്കെ നമുക്ക് സീനാണ് ഗൈസ്. അതുകൊണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വലയിട്ടത്. അല്ല, അവിടെ വരില്ല. ഇതാണ് അതിന് ഒതുങ്ങി ഇരിക്കാൻ പറ്റും. ഇതിന്റെ ഇത് കണ്ടോ, ഇങ്ങനത്തെ തിട്ട് പോലെ ഇട്ട്, തിണ്ടാണോ അത്? തിണ്ട്. ഈ തിണ്ട് ആയതുകൊണ്ട് അതിൽ വന്ന് ഇവിടെ ഇരിക്കും. നല്ല വെയിലല്ലേ? ഇന്നലെ മറ്റേ മൂടി ക്ലൈമറ്റ് ആയിരുന്നു. മറ്റേ ഒരു എന്താ പറയാ, ഒരു മഞ്ഞിന്റെ ഒരു ഡിസംബറിന്റെ ഒരു ഫീലൊക്കെ വന്നു തുടങ്ങി. ഇന്ന് നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു വെയിലാണ്. വലിയൊരു ചൂടുള്ള വെയിലല്ല. നമുക്ക് ചിക്കൻ ആയിട്ടുണ്ടാവും. ഏതാ? ഇത് വെജിറ്റബിൾസ് സോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ചിക്കൻ ആയി ഗൈസ്. ഓൾമോസ്റ്റ് ആയില്ലേ? 15 മിനിറ്റ് ഒക്കെ ആയി. ഇത് ആയില്ലേ? മൊരിയണോ? കുറച്ച് മൊരിഞ്ഞിട്ടുണ്ടാവും, ജ്യൂസി ഉണ്ടാവും. നമ്മള് വെക്കുന്ന പോലെയാണ്. നീ മറ്റേ പരിപാടി തുടങ്ങാം. ഞാനാണ് മാസ്റ്റർ ഷെഫ്. അതെ, അതുകൊണ്ട് നമ്മളൊരു തവ എടുത്തു ഗൈസ്. തവ മാസ്റ്റർ ഷെഫ് ഇപ്പൊ തീർന്നേ. ഒരു കരിഞ്ഞ സ്മെല്ല്. കയ്യില് രോമം കരിഞ്ഞു പോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, മണം മാത്രമേ വന്നുള്ളൂ. ചെറിയ കരിഞ്ഞൊരു സ്മെല്ലുണ്ട് ഗൈസ്. അപ്പൊ നമ്മളെ ചിക്കൻ എന്താ പേടിപ്പിക്കല്ലേ ആൾക്കാരെ. ഇപ്പൊ എന്താ ഇടേണ്ടത്? അപ്പൊ അതില് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ അല്ലേ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഒരു ടീസ്പൂൺ. ഒരാൾക്ക് 1 ടീസ്പൂൺ വേണേ മാക്സിമം 2 ടീസ്പൂൺ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 1 ടീസ്പൂൺ എന്തായാലും ഓയിൽ ഒഴിക്കാം അല്ലേ? അപ്പൊ 1 ടീസ്പൂൺ എടുത്തു. ഇതായിട്ടില്ല, ഇത് ചൂടാവട്ടെ. ആയില്ലേ? ഇല്ല, വെള്ളമുണ്ട്. വെള്ളം ടീസ്പൂൺ എടുക്കട്ടെ. ടീസ്പൂൺ. So many spoons out there. നമ്മൾ ഈ സ്പൂണും ഈ തവി ഇങ്ങനെ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ കഴുകിയിട്ടാണ് ഗൈസ് എടുക്കേണ്ടത്. അത് ഇവളാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല. ഞാൻ കഴുകി വെച്ച സാധനം അങ്ങനെ എടുക്കും ചിലപ്പോൾ. പക്ഷെ ഇവള് അത് കഴുകി വെച്ച സാധനങ്ങളും കഴുകിയിട്ട് എടുക്കണം എന്നാണ് ഇവള് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയും ഗൈസ്. അപ്പൊ 1 ടീസ്പൂൺ നമ്മൾ ഓയിൽ എടുക്കുന്നുണ്ട്. 2 എടുത്തോ. എന്തായാലും റൈസ് ഉണ്ടോ? മാക്സിമം നിങ്ങൾ പറ്റാവുന്ന പോലെ കുറച്ച് ഓയിൽ എടുക്കുക ഗൈസ്. അപ്പൊ നമ്മളിപ്പോ 2 ടീസ്പൂൺ എടുക്കുന്നു. മതിയോ? ഇതിലേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ജിഞ്ചർ ആൻഡ് ഗാർലിക്. നമുക്ക് മുട്ട ഇടണ്ടേ? മുട്ട ഈ വെജീസ് സോർട്ട് ആവുമ്പോ. ഓക്കെ, എന്നാ മുട്ട ഞാൻ എടുത്തു വെക്കട്ടെ. എത്ര മുട്ട വേണം? 1 പോരെ? 1 മുട്ടയാ? 2 മുട്ടയിലും വേണം മിനിമം. ഭയങ്കര ഹെവി ആയി പോട്ടോ. 2 മുട്ട വേണം. മടുത്ത് കഴിച്ച് എനിക്ക്. മുട്ട 2 ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവുള്ളൂ. ഇതില് ഒരു ഫീല് കണ്ടേ ഗൈസ്. മുട്ട എന്ന് പറഞ്ഞ ഒരു ഹൈ പ്രോട്ടീൻ ഒരു ഡിഷല്ല, ഹൈ പ്രോട്ടീൻ ഒരു ഫുഡാണ്, ഐറ്റം ആണ് ഗൈസ്. അപ്പൊ മുട്ട ഹൈ പ്രോട്ടീൻ അല്ല, പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ നമുക്ക് മുട്ടയിലാണ് കുറച്ച് പ്രോട്ടീൻ സോഴ്സ് നമുക്ക് കൂടുതലുള്ളത്. നമുക്ക് പെട്ടെന്ന് വിത്തൗട്ട് ഫാറ്റ് ഇല്ലാണ്ട് കൂടുതൽ എടുക്കാൻ പറ്റുന്നത് ഗുഡ് ഫാറ്റ് ആണ് മുട്ടയിലുള്ളത്. ഇതൊക്കെ നമ്മൾ ആരൊക്കെയോ പറഞ്ഞു കേട്ടതാണ്, ചിലപ്പോ നമ്മള് വീഡിയോയിലൊക്കെ കണ്ടതായിരിക്കും. അപ്പൊ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. അപ്പൊ അതുകൊണ്ട് മുട്ട നമുക്ക് കൂടുതൽ എത്ര വേണമെങ്കിൽ എടുക്കാം. ഒരു ദിവസം മുട്ടയൊക്കെ ഒരു 3, 4, 5, 6 കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നല്ല മുട്ട കഴിക്കുക. വേ പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ മുട്ട കഴിച്ച പ്രോട്ടീൻ ബോഡിക്ക് എത്ര പ്രോട്ടീൻ വേണോ അത് വെച്ച് നിങ്ങൾ എടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് ഇടാം. ഈ പച്ചമുളക് കണ്ടില്ലേ നല്ല എരിവുള്ള പോലെ തോന്നുന്നു. എരിവ് വേണം. ഇനി ഇത് ഇടണോ? ഇത് ഫുള്ള് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം അതിനകത്ത് ഇടാം. അപ്പൊ നമ്മള് കളർഫുൾ ആവും നമ്മുടെ ഒരു പാന്. ഞാൻ കാണിച്ചു തരാം. നമ്മള് സോറി, പാൻ അല്ല, നമ്മുടെ തവ കണ്ട നല്ല കളർഫുൾ. റൈസിൽ
ഉപ്പിട്ടായിരുന്നോ? റൈസിൽ ഉപ്പിട്ടായിരുന്നോ? റൈസിൽ ഉപ്പിട്ടില്ല, അപ്പൊ കുറച്ച് ഉപ്പ് അധികം ഇടേണ്ടി വരും. റൈസ് ഇടുമ്പോഴല്ലേ? ഓക്കെ, നമ്മളെ വെജീസ് സോൾട്ട് ആവുന്നുണ്ട്. 2 മുട്ട വേണം. യു റിയലി വാണ്ട്? എന്തായി അവസ്ഥ? എന്തെങ്കിലും നടക്കുവോ? സോൾട്ട് ആയോ എന്നൊരു ഡൗട്ട്. ഗൈസ് 2 മുട്ട ഉണ്ട്. മുട്ട ഈ മുട്ടയില് ചെറിയ ഈ മുട്ടയുടെ ഓടില്ലേ, അത് ചെറുതായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇത് 2 പേര് ഒട്ടിപ്പിടിച്ചിട്ട് അവര് ഉമ്മ വെച്ചതാണ് ഗൈസ്. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് ഇത് ഒട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് പോയി. അപ്പൊ ഈ മുട്ട നമുക്ക് പൊടിച്ചിടാം. മുട്ട ഇടാറായോ? ആണോ? സവാള എനിക്ക് കഴിച്ചിട്ട് ഓക്കെ, ചെറുതായിട്ട് ക്രിസ്പി. കുറച്ച് കൂട്ടി വെക്ക്, കരിഞ്ഞൂല. ഇതിനി റൈസ് ഒക്കെ ഇട്ട് ഒന്നുകൂടെ ഇളക്കുമ്പോ ഇതാവൂലേ? സവാള പച്ചക്കല്ലേ ഇരിക്കുന്നത്, ചെറിയ ക്രിസ്പി എന്നാ വന്നിട്ടുണ്ട്. അതല്ലേ വേണ്ടത്? നമുക്ക് ഈ ഫ്രൈഡ് റൈസ് തിന്ന് ശീലമുള്ളൂ, ഉണ്ടാക്കി ശീലമില്ല. മുട്ട പൊടിച്ചിടാം. സ്പൂൺ എടുത്തില്ല, സ്പൂണിൽ ഓയിലായിരുന്നു, ഞാൻ അത് കളഞ്ഞു. ഓക്കെ, നമുക്കപ്പോ വേറൊരു സ്പൂൺ എടുക്കാം. ഈ സ്പൂൺ എടുക്കുമ്പോൾ നമ്മൾ കഴുകണം ഗൈസ്. എന്തല്ലേ ചെല്ലം പഠിക്കുന്നു, ജീവിതം പഠിച്ചു. കുറച്ചും കൂടെ ആവണം. ഇല്ല, മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പിട്ടായിരുന്നു. ഉപ്പിട്ട് മുട്ട ഇടുമ്പോ കുറച്ചുകൂടെ ഇടാം. ഇതില് മസാല ഒക്കെ ഇടുന്നത്? ഇതില് മസാല ഇടുന്നുണ്ടോ? കുരുമുളക് പൊടി, സോസ് ഒക്കെ ഒഴിക്കുന്നത് എപ്പോഴാ? സോസ് ലാസ്റ്റ്. കുരുമുളക് പൊടി ഇപ്പൊ ഇട്ടായിരുന്നു ഒരാള്. പൊടി വേറെന്തോ ഇട്ടുണ്ടായിരുന്നല്ലോ ആൾക്കാര്. വേറെ ഒന്നും ഇടണ്ട? ഗരം മസാല ഇച്ചിരി ഒരാളിട്ട് ഞാൻ കണ്ടായിരുന്നു. കുറച്ച് ഗരം മസാലയ്ക്ക് വരാൻ ചിക്കൻ മസാല ഇട്ടെ. ചിക്കൻ മസാല വേണ്ടെന്ന് തോന്നുന്നു, അത് ഇട്ടുണ്ടായിരുന്നു ആൾക്കാര്. കുറച്ചിട്ടായിരുന്നു ഗരം മസാല. കുറച്ച് മസാല ഇട്ടാലാണ് ഗൈസ് കുറച്ചും കൂടെ നമുക്ക് ഫീല് കിട്ടാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ ആക്കിയിട്ട് കഴിച്ചു നോക്കാൻ ഇടാൻ പറ്റുമെന്ന് അറിയാം. ആൾക്കാരൊക്കെ ഇടുന്നത് മതി. ഉപ്പിട്ടില്ലേ? മസാല ഇടുമ്പോ മസാലയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അത് വരുമ്പോ തന്നെ നമ്മളെ വയറങ്ങോട്ട് കത്തുന്നു ഗൈസ്, വിശന്നിട്ട്. മുട്ട ഇടല്ലേ ഗൈസ്? ഇനി ഇവിടം തൊട്ട് ഞാനാണ് ഈ കുക്കിംഗ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാനാണ് ഇത് ഫുള്ള് എൻഡ് ചെയ്യാൻ പോകുന്നത്. ഷെഫ് എനിക്ക് പറഞ്ഞുതരും. മുട്ട പൊട്ടിക്കാം, മുട്ട ഇങ്ങനെ ഇടുക ഗൈസ്. ഇവളുടെ അസിസ്റ്റന്റ് ആണ് ഞാൻ. ഈ മുട്ട എന്താ പൊട്ടാത്ത? ഈ മുട്ട കുറച്ച് ഹാർഡായിരുന്നു. ഇപ്പൊ 2 മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടിരിക്കുന്നു. ഈ മുട്ട അങ്ങോട്ട് ഞാൻ കളഞ്ഞേക്കെ, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തേക്കാം. ഇത് നമ്മൾ നല്ലോണം ഇതിലിട്ട് സോട്ട് ചെയ്യണം ഗൈസ്. ഇപ്പൊ തന്നെ ബുൾസ ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തല്ലേ ആക്കേണ്ടത്? എനിക്ക് പോളായിരുന്നു. ഗൈസ്, നമ്മള് വെജീസ് ഒക്കെ സോർട്ടായി, എഗ് ഇട്ടതൊക്കെ സെറ്റായി. ഇനി അജിത്തേട്ടന്റെ കളികളാണ് ഇവിടെ. എന്താ കളിക്കേണ്ടത്? ബാക്കി നീ ആക്കണം. എന്താ ചെയ്യേണ്ടത്? എടാ, ഇത് ചിക്കൻ എടുത്ത് അതിലിടണം. ചിക്കൻ എടുത്ത് ഇതിലിടുക, റൈസ് എടുത്തില്ല, വെള്ളം ഒഴിക്കണ്ട. അപ്പൊ വെള്ളം ഒഴിക്കണ്ട. ആണോ? അപ്പൊ അത്ര ഉള്ളു ഗൈസ്. ഇനി ഇതിന്റെ അകത്ത് ചിക്കൻ ഇടുക. ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ അങ്ങനെ എടുത്ത് ഇടുക. ഇതിന് 2 പീസും കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് ചിക്കൻ ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് മിക്സ് ചെയ്യാം. ഇതിന് ഇതങ്ങനെ മിക്സ് ചെയ്യാം ഗൈസ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ അവര് നമ്മള് വീഡിയോയിൽ കണ്ടതൊക്കെ അവര് ഓയിൽ ഇട്ടിട്ട് അപ്പൊ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി വേറെ ആയിരിക്കും. ഫുൾ ഓയിൽ ഉണ്ടാവും. ഇത് കുത്തണം. ഇതിൽ കുറച്ച് നമുക്ക് ഡ്രൈ ആയിരിക്കും, എന്നാലും നമ്മൾ കൂടുതൽ ഓയിൽ ആഡ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഓയിൽ കൂടുതൽ വേണ്ട. ഇളക്കിയിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് റൈസും കൂടെ ഇടാം. ഓക്കെ, ഞാൻ റൈസ് എടുക്കട്ടെ. നമ്മൾ ഇനി ഇതില് റൈസ് ഇടുന്നു. കുറച്ചിട്ടാ എന്നിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തോ. സോസ് ഇത് ഞാനാ പറഞ്ഞിരുന്നല്ലേ മെയിൻ ഷെഫിന്. നമ്മള് സോയാ സോസും കൂടെ കുറച്ച് ഒഴിക്കണം ഗൈസ്. ഒഴിക്കട്ടെ? അങ്ങനെയല്ല, അത് സ്പൂണിൽ എടുത്ത് ഒഴിക്കും. കുറച്ച് ഒഴിച്ചാ പോരെ? കുറച്ച് ഒഴിച്ചാൽ മതി, സ്പൂണിൽ എടുത്ത് ഒഴിക്കും. ഇതിന് വേറെ സ്പൂൺ വേണം. ഉപ്പൊക്കെ നോക്കണ്ടേ? ഉപ്പിടണോ?
റൈസ് ഉപ്പിട്ടിട്ടില്ലല്ലോ. ഒഴിക്കട്ടെ ഇപ്പൊ? അങ്ങനെ മിക്സുണ്ട്. പൊട്ടിച്ചേരുന്നു. എന്താ വരാത്തെ? അതിങ്ങനെ കുലുക്കിട്ടാ തോന്നുന്നു വരാ. സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഇത്ര മതിയോ? ഇരിക്കട്ടെ. വേറെന്തോ ഒഴിക്കണ്ടേ? സോയാ സോസ് എല്ലാം കുറച്ച് റെഡ് ചില്ലി സോസ് നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലി ഒഴിക്കാം. ഗ്രീൻ ചില്ലി സോസ്. സോയാ സോസിന് മണം എന്നോ കുറച്ചുകൂടെ ഒഴിച്ച സോയാ സോസ്. സോയാ സോസ് കുറച്ചും കൂടെ ഒഴിക്കേണ്ടി വരും. നമുക്ക് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഫ്ലോയിൽ എത്തിക്കുന്നു. എല്ലാം ഇങ്ങോട്ട് ഒഴിച്ച് റൈസ് കുറച്ചും കൂടെ ഇട്ടാ ഒരു ഫ്രൈഡ് റൈസിന്റെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. ആ കുറച്ചുകൂടെ റൈസ് ഇട്ടോ. കുറച്ചും കൂടെ റൈസ് ഇടാം. ഇത് മറ്റേ ബസ്മതി റൈസ് ആണെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെ നിക്കും തോന്നല്ലേ? ഗീ റൈസ് വേറെ നിക്കാൻ വേറെ ഐഡിയ ഉണ്ട്. ആദ്യം അത് കുറച്ച് ഗീല് സോട്ട് ചെയ്തിട്ട് എന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് വേവിക്കാൻ. അപ്പൊ അത് ഒന്ന് മൊരിയൂലേ എന്നിട്ട്. അപ്പൊ അത് നേരെ ഓരോ അരിയും വിട്ട് വിട്ട് നിക്കും. നടക്കും എന്റെ കയ്യിൽ. അയ്യോ മല്ലിയില ഇടാൻ പറഞ്ഞായിരുന്നു. അതായത് സ്പ്രിംഗ് ഓണിയൻ ആണ് ഇടുന്നത്. ചിലര് ഇന്ത്യൻ കൾച്ചറിൽ ഉണ്ടാക്കുമ്പോ മല്ലിയില ഇടുന്നുണ്ട്. അപ്പോ നമ്മളെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മല്ലിയില ഇടുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ഗീ റൈസ് അല്ലോ ഫ്രൈഡ് റൈസ്. നമ്മളെ ആ റൈസ് കണ്ടപ്പോ ഞാൻ ഗീ റൈസ് ഓൾമോസ്റ്റ് നമ്മളെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. റൈസ് ഇട്ടപ്പോ പിന്നെ ഉപ്പിട്ടില്ലല്ലോ. ഇല്ല, ഉപ്പിടേണ്ടി വരും. ഉപ്പ് എന്തായാലും ഇടേണ്ടി വരും. ഇങ്ങനെയുണ്ട്. എനിക്കൊന്നും തരാണ്ട് ഒറ്റയ്ക്ക് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ബ്ലഡി ചിക്കന്റെ ഉപ്പുണ്ട്. ഗൈസ് ഇതാണ് നമ്മളാക്കിയ ഫ്രൈഡ് റൈസ്. ഗൈസ് ഇതിന്റെ കളർ ഇങ്ങനെയൊക്കെ തന്നെയാണോ വരണ്ടേന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. എന്തായാലും നമ്മളിത് ഫ്രൈഡ് റൈസ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഇത് കഴിക്കും. ഇത് കഴിച്ചേ പറ്റുള്ളൂ. വേറെ ഒന്നും ഇല്ല, ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മളിത് ഒരു കുറച്ച് സോസും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം അല്ലെ? എനിക്ക് നല്ല വിശപ്പ്. എനിക്ക് വിശക്കുന്നു ഗൈസ്. നമുക്ക് കഴിക്കാം. പറഞ്ഞോ. നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ തലക്കേറിയാ? അത്രക്കായിട്ടില്ല. ഇതാണ് ഗൈസ് നമ്മൾ സെർവ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസും. എനിക്ക് ചില്ലി സോസ് കുറച്ച് മതി കേട്ടോ. ചില്ലി സോസ് ഇടുക. നമ്മൾ ഒതന്റിക് രീതിയിൽ വേണം കഴിക്കാൻ. നീ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ കഴുകട്ടെ. എന്റെ കയ്യിൽ കുറച്ചുണ്ട്. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇടണം. യെസ്, ഓക്കേ, വേഗം വരൂ. ടൊമാറ്റോ സോസ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുഞ്ഞു ബൗളിലെടുത്ത് വെച്ച് ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിക്കണം. അത്ര എടുക്കാനുള്ള ക്ഷമ നമുക്കില്ല. ബിക്കോസ് ഇപ്പൊ തന്നെ 1:30 ആവാൻ പോകുന്നു. അത് മാത്രല്ല അതിന്റെ നല്ല മണം വന്നിട്ട്
കുറച്ചുകൂടെ. ഓക്കെ, മതി 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 മതി. വിശക്കുന്നു ഗായ്സ്, വിശക്കുന്നു. കഴിക്കാം. നല്ല മണം അടിക്കില്ലടാ, വിശന്നിട്ട് വായില് വെള്ളം വരുന്ന മണം കൊണ്ട്. എനിക്ക് സമയമില്ല, നീ വീഡിയോ എടുത്തോ, ഞാൻ പോവാ. കഴിച്ചോ. കഴിച്ചോക്ക്, എങ്ങനെയാണെന്ന് പറ കഴിച്ചിട്ട്. ഹൗ ഇസ് ഇറ്റ്? വെരി നൈസ്. നൈസാ? എന്നാ ഞാൻ കഴിച്ചോക്കട്ടെ ഗൈസ്. സത്യം പറ, നല്ലാണോ? എരിവ് കൂടിപ്പോയോ? എരിവുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ആ പച്ചമുളക് ഒന്നേ ഇട്ടുള്ളൂ, അതിന് നല്ല എരിവ് തോന്നിയായിരുന്നു എനിക്ക് കണ്ടപ്പോ. നല്ല മൂത്ത മുളക്. കുറച്ച് എരിവ് കൂടിപ്പോയി. ബാക്കി വെച്ചോക്കുമ്പോ ഓക്കെയാണ്, കഴിക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം ആണല്ലേ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യുന്നത്. കൊള്ളാം. കുറച്ച് ടീ വേണ്ട, കഴിച്ചിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുറച്ച് ഓവറായിപ്പോയി കഴിച്ചത്. അതെ, എന്റെ വയറൊക്കെ ചാടി ഗൈസ്. അനങ്ങാൻ വയ്യ, രണ്ടെണ്ണത്തിന് മടിയായിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് ടി വി ഒക്കെ കൂടുതൽ ഫില്ലിംഗ് ആയിരുന്നു അല്ലേ റൈസ്? റൈസിന്റെ കൂടെ വെജീസ് മറ്റേ ചിക്കൻ എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു പ്ലെയിൻ റൈസ് അല്ലല്ലോ, കുറച്ചധികം ഫില്ലിംഗ്. അപ്പൊ അതാണ് ഗൈസ് നമ്മുടെ ഫ്രൈഡ് റൈസ് ആക്കിയ ഒരു വ്ളോഗ്. നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഗൈസ്. ഇതുപോലെ നിങ്ങൾ ഫ്രൈഡ് റൈസ് ആക്കണമെങ്കിൽ ഞങ്ങളുടെ വ്ളോഗ് കണ്ട് നിങ്ങൾ ആക്കി നോക്ക് ഗൈസ്. റൈസ് മാത്രം വേണമെങ്കിൽ മറ്റേ ബാസ്മതി റൈസ് ഇട്ട് നോക്ക്. നമുക്ക് ഗീ റൈസ് മറ്റേ ജീര റൈസ് അല്ലേ, കൈമ റൈസ് ഇട്ടുകൊണ്ട് റൈസ് വേറെ. ഓക്കെ, സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ പോയി ടി വി കാണട്ടെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡേ. ബൈ ഗൈസ്. ബൈ.